അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ളവരെ, ഏതൊരു മനുഷ്യനും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒന്നാണ് സൗന്ദര്യം എന്നുള്ളത്. അതിനു വേണ്ടിയിട്ട് അവർ ധാരാളം പണം ചിലവഴിക്കും, മറ്റു പല മാർഗങ്ങൾ സ്വീകരിക്കും. അതിനു വേണ്ടിയിട്ട് എന്ത് തന്നെ ഏത് അറ്റം വരെ പോകാനും തയ്യാറായിട്ടുള്ളവരാണ് ധാരാളം ആളുകളും. കാരണം അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, അത് അവരുടെ ഒരു ആഗ്രഹമാണ്. എന്നാൽ സൗന്ദര്യത്തെ ഇഷ്ടപ്പെടുന്നത് പരിശുദ്ധ ഇസ്ലാം ഒരിക്കലും എതിർക്കുന്നില്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല സൗന്ദര്യത്തെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ആളാണ്. മാത്രമല്ല, മുഖസൗന്ദര്യം വർദ്ധിക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ സൗന്ദര്യം വർദ്ധിക്കാൻ വേണ്ടിയിട്ട് പരിശുദ്ധ ഇസ്ലാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് ധാരാളം മാർഗങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് സൗന്ദര്യത്തെ ഇഷ്ടപ്പെടാം. സൗന്ദര്യം വർദ്ധിക്കാനാവശ്യമായ പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചു തന്ന മാർഗങ്ങൾ നമുക്ക് സ്വീകരിച്ച് നമ്മുടെ മുഖസൗന്ദര്യം വർദ്ധിപ്പിക്കാം. അപ്പോൾ അത്തരത്തിൽ പരിശുദ്ധ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചെന്ന രണ്ട് മാർഗങ്ങളാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഈ കാര്യം നിങ്ങൾ ജീവിതത്തിൽ ചെയ്താൽ ഇൻഷാ അല്ലാഹ് ഉറപ്പാണ്, നിങ്ങൾക്ക് 41 ദിവസം ആകുമ്പോഴേക്കും നിങ്ങളുടെ മുഖത്ത് നല്ല ഒരു മാറ്റം കാണും. നമുക്കറിയാം, ഈ ആധുനിക യുഗത്തിൽ വലിയ ഒരു ശതമാനം ആളുകളും, പ്രത്യേകിച്ച് സ്ത്രീകൾ, പെങ്ങന്മാരാണ് ഏറ്റവും കൂടുതൽ സൗന്ദര്യം വർദ്ധിക്കാനാവശ്യമായിട്ടുള്ള പല മാർഗങ്ങളും സ്വീകരിക്കുന്നത്. പ്രത്യേകിച്ചും നമുക്കറിയാം, ഈ സോഷ്യൽ മീഡിയ വളർന്ന കാലമായതുകൊണ്ട് തന്നെ ധാരാളം ചെറുപ്പക്കാർ ഇന്ന് യൂട്യൂബിലും മറ്റ് സോഷ്യൽ മീഡിയകളിലുമൊക്കെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ മുഖം അഴക് കൂട്ടാൻ വേണ്ടി, മുഖസൗന്ദര്യം വർദ്ധിക്കാൻ, മുഖം പ്രകാശിക്കാനുമൊക്കെ. മാത്രമല്ല, നമുക്കറിയാം, ഇന്ന് സൗന്ദര്യം വർദ്ധിക്കാൻ വേണ്ടിയിട്ട് ധാരാളം സഹോദരിമാർ ഇന്ന് ബ്യൂട്ടി പാർലറിൽ കയറിയിറങ്ങുന്ന ആളുകളുണ്ട്. അതിനു വേണ്ടിയിട്ട് അവർക്ക് ധാരാളം പണം ചിലവാകും. എന്നാലോ അവരുടെ പോക്കറ്റിലുള്ള പൈസ പോയി എന്നല്ലാതെ അവർക്ക് സൗന്ദര്യം വർദ്ധിക്കുമോ? ഇല്ല. ആ സമയത്ത് മുഖത്തിനൊരു തെളിച്ചും കുറച്ച് വെളുപ്പുമൊക്കെ അനുഭവപ്പെടുന്നുണ്ടെങ്കിലും അത് അധിക സമയം നീണ്ടു നിൽക്കില്ല, അത് പെട്ടെന്ന് ഇല്ലാതെയാകും. മാത്രമല്ല, ഇത്തരത്തിൽ സൗന്ദര്യം വർദ്ധിച്ചാൽ മറ്റുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാകും ഇത് എന്തോ മേക്കപ്പ് ചെയ്തതാണ് എന്ന്. അത് അവരുടെ ഒറിജിനൽ സൗന്ദര്യമല്ല എന്ന് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും. എന്നാൽ പ്രിയപ്പെട്ടവരെ, ധാരാളം പണം ചിലവഴിച്ച് ഇത്തരത്തിലുള്ള പല കെമിക്കലുകളും അടങ്ങിയിട്ടുള്ള, കൃത്രിമ രാസപദാർത്ഥങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള പല ക്രീമുകളും പല പൊടിക്കൈകളും സ്വീകരിക്കുന്നത് കൊണ്ട് ഇന്ന് ധാരാളം ആളുകൾക്കും അവർ രോഗമാണ് ഉണ്ടാക്കിയെടുക്കുന്നത്, സൗന്ദര്യമല്ല, രോഗമാണ് വന്നു ചേരുന്നത്. എന്തിന് ഏറെ പറയുന്നു, ഇത്തരത്തിലുള്ള മാർഗങ്ങൾ സ്വീകരിച്ചാൽ സ്കിൻ ക്യാൻസർ വരെ വരാൻ കാരണമാകും. നാം എല്ലാവരെയും അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, എൻ്റെ അനുഭവത്തിൽ തന്നെയുണ്ട് ധാരാളം ആളുകൾ മുഖസൗന്ദര്യം വർദ്ധിക്കാൻ വേണ്ടിയിട്ട് അവർ പല ക്രീമുകളും പല പൊടിക്കൈകളുമൊക്കെ സ്വീകരിച്ച് അത് അവരുടെ മുഖത്ത് നിരന്തരം അവർ പുരട്ടിയിട്ട് പിന്നീട് അവരുടെ മുഖത്ത് കറുത്ത പാടുകളും കറുത്ത കുരുകളും കലകളുമൊക്കെ വന്ന് മുഖം ഒരു വികൃതമായ അവസ്ഥയിലായി വലിയ വിഷമം അനുഭവിക്കുന്ന ധാരാളം ആളുകൾ എനിക്ക് തന്നെ അറിയുന്നവരുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇത്തരത്തിൽ മാർക്കറ്റിൽ നിന്നും കിട്ടുന്ന പല പ്രൊഡക്റ്റുകളും അതിനെക്കുറിച്ച് അറിയാതെ, അതിനെക്കുറിച്ച് പഠിക്കാതെ, ആരെങ്കിലും പറഞ്ഞിട്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പരസ്യം കണ്ടിട്ടോ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്തരത്തിലുള്ള പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. ഒരുപാട് രോഗങ്ങളും അതുകൊണ്ട് വന്നു ചേരും. അതുകൊണ്ട് ഈ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്, മുഖസൗന്ദര്യം വർദ്ധിക്കാൻ വേണ്ടിയിട്ട് പരിശുദ്ധ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്ന, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന രണ്ട് കാര്യങ്ങളാണ്. ഇത് നിങ്ങൾ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരു 10 പൈസ പോലും ചിലവില്ല. മാത്രമല്ല, ഇതുകൊണ്ട് നിങ്ങൾക്കൊരു സൈഡ് എഫക്റ്റോ അല്ലെങ്കിൽ മറ്റ് രോഗങ്ങളോ ഒന്നും തന്നെ വന്നു ചേരുകയുമില്ല. മാത്രമല്ല, ഇത് നിങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നിങ്ങൾക്ക് വലിയ പ്രതിഫലം തരുകയും ചെയ്യും. മാത്രമല്ല, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ കാര്യം ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ഖൽബ് ശുദ്ധിയാകും, നമ്മുടെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും ഇല്ലാതെയാകും.
അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല മനസ്സമാധാനം ലഭിക്കുകയും നമ്മുടെ മുഖസൗന്ദര്യം വർദ്ധിക്കുകയും ചെയ്യും. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് സുബഹി നിസ്കാരം കഴിഞ്ഞതിന് ശേഷം, സുബഹിക്ക് ശേഷം നിങ്ങൾ വുളു ഉണ്ടായിരിക്കണം. ഇത് ചെയ്യുമ്പോൾ വുളു ഉണ്ടാകണം. അപ്പോൾ സ്ത്രീകൾക്കൊരു സംശയമുണ്ടാകും, അശുദ്ധിയുള്ള സമയത്ത്, മെൻസസ് ഉള്ള സമയത്ത്, പ്രസവിച്ച് കിടക്കുന്ന സമയത്ത്, ജനാബത്തുള്ള സമയത്തൊക്കെ ഇത് ചെയ്യാൻ പറ്റുമോ എന്ന്. ഇത്തരത്തിൽ അശുദ്ധിയുള്ള സ്ത്രീകൾ ചെയ്യേണ്ടത് നിങ്ങൾ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയായതിനു ശേഷം ചെയ്യുക. അത് നിങ്ങൾ ഒരു 10 ദിവസം ചെയ്ത് അതിനുശേഷം നിങ്ങൾക്ക് അശുദ്ധിയായാൽ പിന്നീട് നിങ്ങൾ അശുദ്ധിയിൽ നിന്നും എന്നാണോ ശുദ്ധിയാകുന്നത് അന്ന് തൊട്ട് നിങ്ങൾ ബാക്കിയുള്ള 31 ദിവസവും ചെയ്തു തീർക്കുക. അങ്ങനെ നിങ്ങൾ 41 ദിവസം ഈ കാര്യം ചെയ്യുക. ഈ കാര്യം കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ കാര്യമാണ്. ഇനി പരിശുദ്ധ ഖുർആൻ ഓതാൻ അറിയാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾ അറിയുന്നവരോട് ഓതിച്ച് ഈ കാര്യം ചെയ്യാം. അതുകൊണ്ട് തന്നെ കുട്ടികളുടെയൊക്കെ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് മാതാപിതാക്കൾ ഓതി അവർക്ക് ഇത് ചെയ്തു കൊടുക്കാം. ഈ കാര്യം നിങ്ങൾ ചെയ്യേണ്ടത് സുബഹിക്കാണ്. സുബഹി നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളമെടുക്കുക. ആ വെള്ളത്തിലേക്ക് നിങ്ങൾ 7 സൂറത്തുൽ ഫാത്തിഹ ഓതുക. അതുപോലെ തന്നെ സൂറത്തു തീൻ, വത്തീനി വസ്സൈത്തൂൻ എന്ന് തുടങ്ങുന്ന ആ ചെറിയ സൂറത്ത് നിങ്ങൾ ഒരു പ്രാവശ്യം ഓതുക. എന്നിട്ട് നിങ്ങൾക്കറിയാവുന്ന 10 സ്വലാത്തും ചൊല്ലുക. എന്നിട്ട് നിങ്ങൾ ആ ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് മന്ത്രിച്ച് ഇഷ്ഫി എന്ന് പറഞ്ഞ് ഊതുക. എന്നതിന് ശേഷം നിങ്ങൾ ആ ഗ്ലാസ്സിലെ വെള്ളം കുറച്ച് നിങ്ങൾ കുടിക്കുക. കുറച്ച് വെള്ളം കൊണ്ട് നിങ്ങളുടെ മുഖത്ത് തടവുക. ഈ രീതിയിൽ നിങ്ങൾ 41 ദിവസം ചെയ്യുമ്പോഴേക്കും ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ മുഖത്ത് നല്ല തിളക്കമുണ്ടാകും, മുഖത്തിന് നല്ല സൗന്ദര്യം വർദ്ധിക്കും. മാത്രമല്ല നിങ്ങളുടെ കൽബ് ശുദ്ധിയാകും, നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും നീങ്ങിപ്പോകും. മാത്രമല്ല പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വത്തീനി വസ്സൈത്തൂൻ എന്ന് തുടങ്ങുന്ന ആ ചെറിയ സൂറത്ത് നിങ്ങൾ എല്ലാ ദിവസവും ഒരു പ്രാവശ്യം പതിവാക്കിയാൽ അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളുടെ റൂഹിനും നിങ്ങളുടെ ശരീരത്തിനും നല്ല ആഫിയത്ത് നൽകും. അതായത് ആ സൂറത്ത് നിങ്ങൾ എല്ലാ ദിവസവും ഒരു പ്രാവശ്യം പതിവാക്കുന്നത് കൊണ്ട് എല്ലാ രോഗത്തിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളെ രക്ഷപ്പെടുത്തും. മാത്രമല്ല നിങ്ങൾക്ക് നല്ല മനസ്സമാധാനമുണ്ടാകും. നിങ്ങൾക്കൊരു ടെൻഷനോ ഒരു വിഷമമോ ഒരു പ്രയാസമോ ഒന്നും തന്നെ അല്ലാഹു സുബ്ഹാനഹു തആല നൽകില്ല. അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും, നല്ല മനസ്സമാധാനം ലഭിക്കും. അതുകൊണ്ട് നിങ്ങൾ കഴിയുന്നതും എല്ലാ ദിവസവും ഈ സൂറത്തു തീൻ എന്ന സൂറത്ത് ഒരു പ്രാവശ്യം നിങ്ങൾ പതിവായി ഓതുക. മാത്രമല്ല നിങ്ങൾ ഈ സൂറത്ത് 41 ദിവസം കഴിഞ്ഞതിന് ശേഷവും എല്ലാ ദിവസവും ഒരു പ്രാവശ്യം ഈ സൂറത്ത് പതിവായി ഓതിയാൽ അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളുടെ കൽബ് ശുദ്ധിയാക്കുകയും നിങ്ങളുടെ മരണം വരെ നിങ്ങളുടെ മുഖത്തിന് നല്ല തിളക്കവും പ്രകാശവും സൗന്ദര്യവും അല്ലാഹു നൽകുകയും ചെയ്യും. മാത്രമല്ല നമുക്ക് നല്ല ഈമാനിക ഉറപ്പുണ്ടാകും, ഈമാൻ വർദ്ധിക്കും. നമ്മുടെ ശരീരത്തിനും നമ്മുടെ റൂഹിനും മരണം വരെ അല്ലാഹു സുബ്ഹാനഹു തആല വലിയ ആഫിയത്തും കരുത്തും സന്തോഷവും സമാധാനവും നൽകുകയും ചെയ്യും. അതുകൊണ്ട് എല്ലാവരും മറക്കാതെ ഈ സൂറത്ത് 41 ദിവസം മാത്രമല്ല എല്ലാ ദിവസവും നിങ്ങൾ പതിവാക്കാൻ ശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇനി ഞാൻ നിങ്ങൾക്ക് എല്ലാ ദിവസവും ഉറങ്ങുന്നതിൻ്റെ മുമ്പായിട്ട് നമ്മുടെ മുഖത്ത് തേക്കാനുള്ള ഒരു മരുന്നും കൂടി പറഞ്ഞു തരാം. ഈ മരുന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന മരുന്നാണ്. ഇത് തേക്കുന്നത് കൊണ്ട് നമ്മുടെ മുഖത്തിന് ഒരു സൈഡ് എഫക്റ്റോ മറ്റ് രോഗങ്ങളോ ഒന്നും തന്നെ വരില്ല. നമ്മുടെ മുഖത്ത് നല്ലതാണ്. നമ്മളുടെ മുഖത്തിൻ്റെ തൊലിയുടെ ചുളിവും അതുപോലെ തന്നെ മുഖക്കലയും മുഖക്കുരുവും കറുത്ത പാടുകളും എല്ലാം നീങ്ങി മുഖത്തിന് നല്ല തിളക്കം വർദ്ധിക്കുന്ന ഒരു ഔഷധമാണ് ഇത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീട്ടിലൊക്കെയും നമ്മൾ നിർബന്ധമായിട്ടും വെച്ച് പിടിപ്പിക്കേണ്ട ഒരു സസ്യമാണ് കറ്റാർവാഴ. ധാരാളം ആളുകൾക്കും ഈ സസ്യത്തിൻ്റെ ഔഷധ ഗുണങ്ങൾ അറിയില്ല. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ
ഉമ്മു സലമ റളിയല്ലാഹു അൻഹ വലിയ സൗന്ദര്യവതിയായിരിക്കുന്നു. അപ്പോൾ മുത്തുനബി ചോദിച്ചു, എന്താണ് ഉമ്മു സലമേ ഇന്ന് നിൻ്റെ മുഖത്തിന് വല്ലാത്തൊരു തിളക്കം, എന്താണ് ഇന്ന് നിൻ്റെ മുഖത്തിന് ഈ തേച്ചത് എന്ന് ചോദിച്ചു. ആ സമയത്ത് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഇത് സിബിർ ആണ് എന്ന്, അതായത് കറ്റാർ വാഴ, അലോവേരയുടെ ജെല്ലാണ് മുഖത്ത് തേച്ചത് എന്ന് പറഞ്ഞു. ഇത് കേട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇത് നല്ലതാണ്, ഇത് മുഖത്തിൻ്റെ തിളക്കം വർദ്ധിക്കും, മുഖത്തിൻ്റെ സൗന്ദര്യം വർദ്ധിക്കും, നല്ല ഔഷധമുള്ള ഒരു മരുന്നാണ് ഇത്. അതുകൊണ്ട് ഇതിനി പകൽ സമയങ്ങളിൽ മുഖത്ത് പുരട്ടരുത്, രാത്രി സമയങ്ങളിൽ മാത്രം പുരട്ടിയാൽ മതി എന്ന് പറഞ്ഞു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മുഖത്തുള്ള കറുത്ത പാടുകളും കറുത്ത കുരുകളും കലകളും മുഖത്തിൻ്റെ ചുളിവെല്ലാം നീങ്ങി മുഖത്തിന് നല്ല സൗന്ദര്യം വർദ്ധിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ രാത്രി സമയത്ത് ഉറങ്ങുന്നതിൻ്റെ മുമ്പായിട്ട് മുഖം നല്ലതുപോലെ കഴുകിയതിൻ്റെ ശേഷം നിങ്ങൾ ഈ കറ്റാർ വാഴയുടെ ഉള്ളിലുള്ള ആ ജെല്ല് നിങ്ങൾ മുഖത്ത് പുരട്ടുക. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പറഞ്ഞു തന്ന ഒരു ഔഷധമായതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. നമുക്ക് ഇൻഷാ അല്ലാഹ് ഉറപ്പായിട്ടും 100% ഉറപ്പാണ്, നമ്മുടെ മുഖസൗന്ദര്യം വർദ്ധിക്കും, മുഖത്തിന് നല്ല തിളക്കം ഉണ്ടാവുകയും ചെയ്യും. മുഖത്തുള്ള എല്ലാ കറുത്ത പാടുകളും കുരുകളും കലകളും എല്ലാം നമുക്ക് നീങ്ങിക്കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് സൗന്ദര്യം വർദ്ധിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ സുബഹി നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞു തന്ന ആ സൂറത്തുകളും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ 10 സ്വലാത്തും ചൊല്ലി വെള്ളത്തിലേക്ക് മന്ത്രിച്ച് അത് നിങ്ങൾ കുടിക്കുകയും മുഖത്ത് പുരട്ടുകയും ചെയ്യുക. ഇത് നിങ്ങൾ 41 ദിവസം ചെയ്യുക. മാത്രമല്ല ഉമ്മു സലമ റളിയല്ലാഹു അൻഹ സൗന്ദര്യം വർദ്ധിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച കറ്റാർ വാഴയുടെ ജെല്ല് നിങ്ങൾ രാത്രി സമയം ഉറങ്ങുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ മുഖം നല്ല വൃത്തിയായി കഴുകി മുഖത്ത് പുരട്ടുക. മാത്രമല്ല സൂറത്തു തീൻ വത്തീനി വസൈത്തൂൻ എന്ന് തുടങ്ങുന്ന ആ ചെറിയ സൂറത്ത് നിങ്ങൾ കഴിയുന്നതും എല്ലാ ദിവസവും ഒരു പ്രാവശ്യം പതിവാക്കുക. അതുകൊണ്ട് നിങ്ങൾക്ക് നല്ല ആരോഗ്യവും നല്ല ആഫിയത്തും നിങ്ങൾക്ക് നല്ല സന്തോഷവും മനസമാധാനവും ലഭിക്കും. മാത്രമല്ല നിങ്ങളുടെ മുഖത്തിന് മരണം വരെ നല്ല തിളക്കം അതുകൊണ്ടുണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല വലിയ പ്രതിഫലം നൽകുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു തആല ഈ സൂറത്ത് കൊണ്ട് വിജയിക്കുന്നവരിൽ നാം എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പ്രയാസങ്ങളും വിഷമങ്ങളും പ്രതിസന്ധികളും അല്ലാഹു തീർത്തു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.